കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധമായ ദിവസം ഹല്ലേലൂയ സർവശക്തനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ ഹല്ലേലൂയ സ്തോത്രം ഭൂമിയിൽ ശേഷിപ്പിച്ച സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കൂടുതലായി പഠിക്കാനിടയായി. ഹല്ലേലൂയ ചില നാളുകൾക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പഠിച്ച വചനങ്ങൾക്ക് ധ്യാനിപ്പാനും ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഹല്ലേലൂയ സ്തോത്രം അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 20-21 ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം എത്ര മേശ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചു വരുന്ന ബൈബിളിൽ? 2 മേശയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഭൂതങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കർത്തൃമേശ, തിരുവത്താഴം എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നത് ഹല്ലേലൂയ സ്തോത്രം എന്തിനു ചെയ്യുന്നുണ്ട്? ഭൂതങ്ങൾക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥമായി ബൈബിളിക്കലായിട്ട് കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മേശം, അപ്പം നുറുക്ക്, ഇങ്ങനെയൊക്കെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ലോകത്ത് നടക്കുന്നതും ബൈബിളുമായിട്ട് ഹല്ലേലൂയ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വചനത്തിലൂടെ നമുക്ക് പഠിക്കാം. വായിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. പൗലോസപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ആരുടെ കൂട്ടാളികളാകരുത്? ഭൂതങ്ങളുടെ കൂട്ടാളികൾ ആകരുത്. ജാതികൾ ആർക്കാ ബലി കഴിക്കുന്നത്? ഭൂതങ്ങൾക്കാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചകളിലൊക്കെയും ഹല്ലേലൂയ സ്തോത്രം അതുപോലെ തന്നെ ചില സഭകളിലൊക്കെ രാത്രിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ തിരുവത്താഴം എന്ന് പറഞ്ഞാൽ അത്താഴം എന്ന് പറഞ്ഞാൽ എന്താ എപ്പം കഴിക്കുന്നതാണ്? രാത്രി കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി വേണം ഇത് കഴിക്കാമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിളിക്കലായിട്ട് അത് ശരിയാണോ എന്നൊക്കെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം എന്ന് ചിന്തിക്കാം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭൂതത്തിൻ്റെ കൂട്ടാളികൾ എന്ത് ചെയ്യരുത്? ആകരുത്. അതങ്ങനെ ആകുന്നത് എനിക്ക് എന്തില്ലാന്നാണ് പറഞ്ഞത് പൗലോസ്. എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ യഥാർത്ഥം ആരുടെ കൂട്ടാളിയാകണം നമ്മൾ? കർത്താവ് ദൈവപുത്രന്റെ കൂട്ടാളി നമ്മളാകണം. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാണ്? താഴോട്ട് വായിച്ചേ. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. ആരുടെയൊക്കെ പാനപാത്രമുണ്ട്? കർത്താവിന്റെ പാനപാത്രമുണ്ട്, ഭൂതങ്ങളുടെ പാനപാത്രമുണ്ട്. വായിക്കും. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങൾക്കും മേശയുണ്ട്. കർത്താവിന്റെ മേശയുണ്ട്, ഭൂതങ്ങൾക്കും മേശയുണ്ട്. അപ്പോൾ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ലോകത്ത് നടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ കർത്തൃമേശ എന്ന് പറഞ്ഞ് നടത്തുന്ന എല്ലാ സഭകളിലും അത് ദൈവോത്തരന്റെ മേശയാണോ അതോ ഭൂതങ്ങളുടെ മേശയാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഹല്ലേലൂയ വായിച്ചാട്ടെ. പാടില്ല. കർത്താവിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യാം? ബലവാന്മാരാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് എല്ലാവരും കർത്താവിനേക്കാൾ എന്ത് ചെയ്യുക? ബലവാന്മാരായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവരെ ആർക്ക്? ഭൂതങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ബലി കഴിക്കുകയാണ്. എന്താണ് ഹല്ലേലൂയ സ്തോത്രം ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നത്? ജാതികളുടെ മേശയിലും അല്ലേ, അല്ലെങ്കിൽ ജാതികൾ ഭൂതങ്ങൾക്കാണ് ബലി കഴിക്കുന്നത്. അപ്പോൾ ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ സ്തോത്രം അംശികളാകരുത്. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് ജാതികൾക്കുള്ള ദൈവം? ഹല്ലേലൂയ സ്തോത്രം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 18 മുതൽ വായിച്ചാട്ടെ, 21 വരെ വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. വേഗത്തിൽ വായിച്ചു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 4-ാം അധ്യായം 18 മുതൽ 21 വരെ. വേഗത്തിലായി. ഹല്ലേലൂയ സ്തോത്രം. ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ജാതികളുടെ ദൈവം കേട്ടോ, ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവരെ നമസ്കരിക്കുകയോ സേവിപ്പാനും വശീകരിക്കപ്പെടുവാനും
വശീകരിക്കപ്പെടരുത്. നിങ്ങൾ വശീകരിക്കപ്പെടരുത്. രാത്രി ചന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് നല്ല മൂണാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അനേകർ എന്ത് ചെയ്യും? അതിനെ ഇങ്ങനെ വശീകരിക്കും. അത് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? താഴോട്ട് വായിച്ചേ. അവയെ ഏതിനെ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ. അവയെ നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴെങ്ങുമുള്ള അപ്പൊ ജാതികൾക്ക് എത്ര ദൈവമുണ്ട് അവിടെ? തൃത്വം ഉണ്ടോ? അപ്പൊ തൃത്വം പറയുന്നവരൊക്കെ ആർക്കാ ബലി കഴിക്കുന്നത്? ഭൂതങ്ങൾക്കാ ബലി കഴിക്കുന്നത്. ഇത് ആർക്ക് ദൈവം കൊടുത്ത? ജാതികൾക്ക് പങ്കിട്ട് കൊടുത്തതാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയില് 5:25 വായിച്ചാട്ടെ. 7:42 വായിച്ചാട്ടെ. 7:42 മുതൽ വായിച്ചാട്ടെ. ആദ്യം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 42 മുതൽ വായിച്ചു. ദൈവവും പിന്തിരിഞ്ഞ് ആരെ വിട്ടുകളഞ്ഞു? ഇസ്രായേൽ ജനത്തെ. ദൈവവും എന്ത് ചെയ്തു? പിന്തിരിഞ്ഞിട്ട് 42-43 വായിക്കും. അവരെ വിട്ടുകളഞ്ഞു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലേക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രം. അപ്പൊ ആകാശത്തിന് കീഴിലുള്ള സകല ജാതികൾക്കും ദൈവം കൊടുത്ത എന്ത്? നക്ഷത്രം. അപ്പൊ ഈ നിങ്ങൾ നമ്മൾ ആവർത്തന പുസ്തകം വായിച്ചപ്പോ അവിടെ പറഞ്ഞ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. പക്ഷെ അതിന്റെ രൂപം എങ്ങനെയാ? രേഫാൻ ദേവന്റെ രൂപത്തിലാണ് നക്ഷത്രത്തെ ആരാധിച്ചത്. മനസ്സിലായോ? ഏത് രൂപമാണ്? രേഫാൻ. വായിക്കും. എല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? എടുത്തു നടന്നുവല്ലോ. നിങ്ങളെ എങ്ങോട്ട് പോയി എത്തിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം എന്ന് ദൈവം പറഞ്ഞിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 7:42-43 വായിച്ചപ്പോൾ രേഫാൻ ദേവൻ, നക്ഷത്രദേവൻ അല്ലേ? ആ നക്ഷത്രദേവനെയാണ് ഞായറാഴ്ച ഈ ഡിസംബർ 25-ാം തീയതി എന്ത് ചെയ്യും? വീടുകളിലെല്ലാം എന്ത് ചെയ്യും? നക്ഷത്രത്തെ തൂക്കിയിടുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികളെല്ലാം എന്താ തൂക്കിയിടുന്ന? ആരെയാ? ഇത് ഈ നക്ഷത്രത്തെ തൂക്കിയിടുന്ന ആർക്ക് വേണ്ടിയാ? ജാതികൾക്ക് ദൈവം വീതിച്ചു കൊടുത്ത ദൈവത്തെയാണ് എന്ത് ചെയ്യുന്നത്? പെന്തക്കോസ്തുകാരും എന്ത് ചെയ്തോണ്ടിരിക്കും? നക്ഷത്രത്തെ തൂക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ്? അത് ആരെ ആരാധിക്കുന്നേ? ആദ്യം എന്താ ദൈവം പറഞ്ഞത്? വശീകരിക്കപ്പെടരുതെന്നാ പറഞ്ഞത്. എന്ത്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? വശീകരിക്കപ്പെടരുത്. അപ്പൊ ഇത് തൂക്കിയിടുന്നുണ്ടെങ്കിൽ എങ്ങനെയാ അത് ഇടുന്നത്? വശീകരിക്കപ്പെട്ടിട്ടാണ്. അപ്പൊ ആർക്കാണ് അവർ ബലി കഴിക്കുന്നത്? അവരുടെ കർത്തൃമേശ എന്താ? കർത്താവിന്റെ മേശയാണോ? അല്ല. ഹല്ലേലൂയ, സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 1:25 വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സത്യം അവ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഇത് ആദ്യം ഞാൻ പറഞ്ഞില്ല, അപ്പോസ്തല പ്രവൃത്തി 5:25 എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഒന്നുകൂടെ വായിക്കാം. ആമോസ് 5:25. ആമോസ്, അപ്പോസ്തല പ്രവൃത്തിയല്ല, ആമോസ് ആയി. ഇസ്രായേൽ ഗൃഹമേ, അർപ്പിച്ചുവോ? നിങ്ങൾ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ കിയുനെയും നിങ്ങളുടെ രാജാവായ സിക്രോത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. ഹല്ലേലൂയ, സ്തോത്രം. അവരാരെയാ ഉണ്ടാക്കിയത്? അപ്പോ നക്ഷത്രദേവനെ. അപ്പം ജാതികളുടെ ദൈവത്തെ ആരുണ്ടാക്കി? ഹല്ലേലൂയ, ഇസ്രായേൽ ജനം ഉണ്ടാക്കി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അപ്പം ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ആരുടെയൊക്കെ ഹല്ലേലൂയ, സ്തോത്രം, ആരുടെയൊക്കെ പാത്രത്തിൽ നിങ്ങൾ പാനപാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭൂതങ്ങളുടെ പാത്രത്തിലും കർത്താവിന്റെ പാനപാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അംശികളാകരുത്. അപ്പൊ ഇന്ന് പെന്തക്കോസ്തുകാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരുടെ പാനപാത്രമാണ്? ഭൂതങ്ങളുടെ. തൃത്വം എന്നുള്ളത് ഭൂതങ്ങളുടെ. ഹല്ലേലൂയ, സ്തോത്രം. അവർ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാനോ, അവർ സൃഷ്ടിച്ചവരെക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. സൃഷ്ടിച്ചവരെക്കാൾ സൃഷ്ടിയെ ആരാധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മലാക്കി 2:10 എന്ന് വായിച്ചാട്ടെ. മലാക്കി 2:10. ഹല്ലേലൂയ, സ്തോത്രം. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ അവർ ആരാധിച്ചു. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലേ ഉള്ളു. എത്ര ദൈവം നമ്മളെ സൃഷ്ടിച്ചത്?
അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. സൃഷ്ടിച്ച എത്ര ആളാ? നമുക്ക് എല്ലാവർക്കും ഒരു ദൈവം തന്നെയുള്ളൂ. ഒരു ദൈവമാണ് നമ്മൾ എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. അപ്പൊ സൃഷ്ടിയാകുന്ന പുത്രനെ അവർ എന്ത് ചെയ്തുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് ഇന്ന് ആരായി ആരാധിക്കുന്നത്? ഇന്ന് ഞായറാഴ്ച പോയിട്ട് പുത്രനാം ദൈവത്തെ ആരാധിക്കുന്നത്. അത് ആരാ? സൃഷ്ടിയ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. സൃഷ്ടി അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആരാധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:11 വായിച്ചിട്ട് യേശു ആരാന്നുള്ളത് സൃഷ്ടിയാണോ? 9:11 വായിച്ചിട്ട് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ് വന്നത്. യേശു ഇവിടെ ദൈവമായിട്ടാണ് വന്നത്? നമ്മുടെ ആരായിട്ടാണ് വന്നത്? ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചോണ്ടിരിക്കുക. മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ എങ്ങനെയാ ദൈവം സൃഷ്ടിച്ചത്? അവന്റെ കൈയാന്നുള്ളത്. കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ, കാതിനെ നട്ടവൻ കേൾക്കുകയില്ലയോ, അല്ലേ? അപ്പൊ നമ്മളെ എങ്ങനെയാ ദൈവം സൃഷ്ടിച്ചത്? കൈപ്പണി കൊണ്ടാണ് സൃഷ്ടിച്ചത്. പുത്രനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? പറ. വചനം കൊണ്ട് സൃഷ്ടിച്ചത്. എങ്ങനെയാ പറഞ്ഞേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3:15 പറയാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ യേശു കർത്താവ് എന്ത് ചെയ്തു? അപ്പോൾ എബ്രായ ലേഖനൊക്കെ എഴുതി പറയാൻ എങ്ങനെയാണ്? കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ വായിക്കും. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ എങ്ങനെയാ വന്നത്? അവൻ വന്ന കൂടാരം എങ്ങനെയുള്ള? നമ്മളൊക്കെ എങ്ങനെയാ വന്നത്? എങ്ങനെയാ വന്നത്? മണ്ണുകൊണ്ട്. അവനെ എങ്ങനെയാ വന്നത്? പുത്രൻ എങ്ങനെയാ വന്നത്? വലിപ്പവും തികവേറിയ വചനത്താൽ എന്ത് ചെയ്തു? ഒരു കൂടാരത്തിലൂടെ എന്ത് ചെയ്തു? കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇമ്മാനുവേൽ എന്ന് ആരെങ്കിലും ഇവിടെ വിളിച്ചോ അവനെ? ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. ദൈവം നമ്മോട് കൂടെ എന്നുള്ളത് എങ്ങനെയാകുന്നത്? എങ്ങനെ ദൈവം നമ്മോട് കൂടെ ആകുന്നത്? ദൈവത്തിന്റെ പേര് വേണം, അല്ലെ? എങ്ങനെയാ യേശുവിന് എങ്ങനെയാ പേരിട്ടത്? അവന് യേശു എന്ന് പേരിടണമെന്ന് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ പറയാം. എങ്ങനെയാ അവന് പേരിടണ്ടായി? യേശു. യേശു ആരുടെ പേരാ? പിതാവിന്റെ പേരാ. നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണം എന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. അപ്പം ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ആരുടെ പേരിലാണ് വന്നിരിക്കുന്നത്? പിതാവിന്റെ പേരിലാണ്. പിതാവിന്റെ പേരാണ് യേശു. എബ്രായ ഭാഷയിൽ യേശു എന്നുള്ളതിന്റെ പേര് യഹോവയെന്നേ ഉള്ളൂ. എബ്രായ ഭാഷയാണ് പഴയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ യഹോവ, ഗ്രീക്ക് ഭാഷയിൽ ജീസസ്, യേശു. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. അവൻ ഒരിക്കലായിട്ട് ഇപ്പൊ എവിടെ ചെന്നിരിക്കുക? വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത സൃഷ്ടിയാ. പുത്രനാരാ? നമുക്ക് എല്ലാവർക്കും അവനെ ആരാക്കി തന്നു? കർത്താവാക്കി തന്നു. കീഴാക്കി കൊടുത്തവൻ ഒഴുകി എത്രയോ. ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായത്തിൽ പറയാണ് കീഴാക്കി കൊടുത്തവൻ ഒഴുകി എത്ര. സർവവും അവന്റെ കാൽ കീഴാക്കി. എന്താ സർവവും? ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ. നമ്മൾ എല്ലാവരും എന്താ ചെയ്തു? ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലതും ദൈവം എന്ത് ചെയ്തു? അവന് കീഴാക്കി കൊടുത്തു. കീഴാക്കി കൊടുത്തവൻ ഒഴുകിയ എത്ര. ദൈവം ഒഴുകിയ എത്ര. അപ്പോ കർത്താവിന്റെ മേശയിൽ പങ്കുള്ളവർക്ക് എത്ര ദൈവം ഉണ്ടാവും? ഒരു ദൈവം ഉണ്ടാകും. അപ്പം ഇന്ന് കർത്തൃമേശയൊക്കെ ആരാധിച്ച് ദൈവത്തെയാണ്, ദൈവം മരിച്ചെന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? അവരാ എന്ത് ചെയ്യുന്നത്? കർത്തൃമേശ കൈക്കൊള്ളുന്നത്. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. ദൈവം മരിക്കുവോ? താൻ മാത്രം അമർത്യതയുള്ളവൻ, മൃത്യുവില്ലാത്തവനാണ് ദൈവം. ദൈവത്തിന് മരണമില്ല. തമിഴിൽ എഴുതിക്കുന്നത് അവൻ സാവാമയുള്ളവൻ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടെന്ന് പറയുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ആരാ ജഡത്തിൽ വെളിപ്പെട്ടത്? ദൈവത്തിന്റെ പുത്രന. എങ്ങനെയാ വെളിപ്പെട്ടത്? അല്ലെങ്കിൽ കൈപ്പണിയായിട്ടാണോ? അല്ല, വചനത്താൽ എന്ത് ചെയ്തു? വചനം ജഡമായി. ഏത് വചനം? സ്ത്രീയുടെ സന്തതി, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതി, അല്ലേ? ആ വചനം എന്ത് ചെയ്തു? ജഡമായി നമുക്ക് വേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ എന്ത് ചെയ്തു? അപ്പൊ സൃഷ്ടിയെ എന്ന് ഞായറാഴ്ച എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അപ്പൊ അവരുടെ മേശയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അവർ പ്രാർത്ഥിക്കുന്ന കർത്തൃമേശയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? പങ്കെടുക്കരുത്. പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പങ്കെടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 20-ാം അധ്യായം 12 മുതൽ ഒന്ന് വായിച്ചാൽ ആ കഴിക്കുന്ന കർത്തൃമേശ എന്ന് പറഞ്ഞ് ഇവർ തരുന്ന അപ്പവും വീഞ്ഞും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായി തീരുമെന്നറിയാമോ? വായിച്ചേ. ദുഷ്ടത അവന്റെ
വായിൽ മധുരിച്ചാലും ദുഷ്ടത അവന്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും അവൻ നാവിൻ കീഴിൽ അത് മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ച് ആ വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവന്റെ ആഹാരം അവന്റെ കുടലിൽ അതെന്ത് ചെയ്യും? പരിണമിക്കും. എന്നിട്ട് സർപ്പവിഷമായി തീരും. അത് സർപ്പവിഷമായിട്ട് തീരും. കാരണം ഇതാ പിന്നെ ആരുടെ മേശയാ? അത് ഭൂതങ്ങളുടെ മേശയാ. അതാണ് കൈവിഷമായിട്ട് കിടക്കുന്നത്. പിന്നെ അനേകരെ കെട്ടിയിട്ടേക്കാം. ആര്? പുത്രനാം ദൈവത്തെ ആരാധിക്കുന്നവർ. അല്ലെങ്കിൽ അവർക്ക് ദൈവം ആരെന്ന് അറിയില്ല. ഹല്ലേലൂയ സ്തോത്രം. 15:34 പറയാണ്, കൊരിന്ത്യർക്ക് എഴുതി വായിക്കണ്ട, ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ഞാനിത് ലജ്ജയ്ക്കായി നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം മരിക്കുകയില്ല. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ഇവർക്ക് ഉത്തരവില്ല. പെന്തക്കോസ്തുകാർക്ക് എന്തില്ല? ഉത്തരവില്ല. ദൈവം മരിക്കുവോ? ഒരിക്കലും മരിച്ചിട്ടുമില്ല, മരിക്കത്തുമില്ല. അവനാണ് എന്താ? താൻ മാത്രം അമൃത്യതയുള്ള, മൃത്യുവില്ലാത്ത ഒരേ ഒരാളുള്ളൂ. അതാരാ? ദൈവം. ഹല്ലേലൂയ. താൻ മാത്രം അമൃത്യതയുള്ളവൻ. ഹല്ലേലൂയ സ്തോത്രം. മൃത്യുവില്ലാത്തവൻ. അപ്പോൾ സൃഷ്ടിച്ചവനേക്കാൾ അവരെന്ത് ചെയ്തു? സൃഷ്ടിയെ ഭജിച്ചു. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർ 1:15 വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനോ. സർവ സൃഷ്ടിയിലെ ആദ്യ സൃഷ്ടി ആരാ? പുത്രന. എങ്ങനെ ആദ്യ സൃഷ്ടിയായത്? ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു. എവിടെയായിരുന്നു അവൻ? ജ്ഞാനത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വാഗുണ്ട് ചെയ്യുന്നത്, പറയുന്നത് സ്ത്രീയുടെ സന്തതി എന്ന്. അതിനു മുമ്പ് അവൻ എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ജ്ഞാനത്തിലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജ്ഞാനമായവനെ ഇവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവനെ എന്ത് ചെയ്തില്ലായിരുന്നു? ക്രൂശിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം സർവ്വ സൃഷ്ടിയുടെയും ആദിജാതനുമാകുന്നവൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്. ഹല്ലേലൂയ സ്തോത്രം. 1:13 കൂടെ വായിച്ചാട്ടെ. അതിന്റെ കൊലോസ്യർ തന്നെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിച്ച് തന്റെ സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുന്നവരാകണം. ആർക്കാ സ്തോത്രം ചെയ്യേണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. പിതാവിന് എന്ത് ചെയ്യണം? ഇനി അതിന്റെ 5 കൂടെ വായിച്ചാട്ടെ. 1:5 കൂടെ വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് ആർക്കാ സ്തോത്രം ചെയ്തത്? എങ്ങനെയാ സ്തോത്രം ചെയ്യേണ്ടത്? ചുമ്മാ സ്തോത്രം എന്ന് പറഞ്ഞാൽ മതിയോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ സ്തോത്രം അവിടെ എത്തുള്ളൂ. പുത്രനില്ലാത്തവൻ ആരില്ല? ദൈവമില്ല. പുത്രൻ ആരാ? നമ്മുടെ ആരാട്ടാ തന്നേക്കുന്നത്? കർത്താവ്. സകലവും അവന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നത്. അവനില്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് പോവുകയില്ല. അതുകൊണ്ട് പുത്രനില്ലാത്തവന് പിതാവ് ഇല്ല. പുത്രനെ ആരാട്ടാ തന്നേക്കുന്നതെന്ന് അറിയണം. നമ്മുടെ കർത്തൃത്വം നടത്തുന്നവൻ, നമ്മുടെ മഹാപുരോഹിതനെ. അല്ലേ? എബ്രായ ലേഖനത്തിൽ എങ്ങനെയാ വായിച്ചത്? മഹാപുരോഹിതനായിട്ട് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. അപ്പോൾ പുരോഹിതനെ അവരാരാക്കി? രണ്ടാമത്തെ ഒട്ടിയിരിക്കുന്ന ദൈവമാക്കി. അല്ലേ? 3 ഏകം, 3 ഒട്ടൽ, 3 കൂടെ ചേർന്ന് ഒട്ടിയ ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഇല്ല. അതാരാ? 3 ഒന്നാന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ലൂസിഫർ. അവനാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലാണ് പിശാച്, മൃഗം, കള്ളപ്രവാചകൻ. ഇതാണ് തൃത്വം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിന്റെ പേരെങ്ങനെയാ? രേഫാൻ ദേവനൊക്കെ ആ മനുഷ്യ രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് അവന്റെ നെറ്റിയിൽ ഒരു നക്ഷത്രത്തിന്റെ പടം വരച്ചിട്ട് അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ആരാധിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ആർക്കാ ദൈവം കൊടുത്തത്? ജാതികൾക്ക്. ഈ ജാതികളുടെ ദൈവത്തെ ആരെടുത്തു? ഇസ്രായേൽ ജനം എടുത്ത് കാളയെ ഉണ്ടാക്കി, ഈ രേഫാൻ ദേവനെ ഉണ്ടാക്കിയതുകൊണ്ടാണ് ദൈവത്തിന് അവരുടെ മേൽ എന്ത് ചെയ്തത്? കോപം വന്നത്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ വായിച്ചാട്ടോ 3:14 കൂടെ വായിച്ചാട്ടോ. വെളിപ്പാട് പുസ്തകം. നമ്മളിപ്പോൾ പുത്രൻ ആരാന്നാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സൃഷ്ടിയാണ്. സൃഷ്ടാവല്ല, സൃഷ്ടി. നമ്മളെല്ലാം എത്ര ദൈവമാണ് സൃഷ്ടിച്ചത്? ഒരു ദൈവം. പെന്തക്കോസ്തുകാർക്ക് 3 ദൈവം ചേർന്ന് സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? 3 ദൈവങ്ങളും ചേർന്ന് സൃഷ്ടിച്ചു. ആ 3 ദൈവങ്ങൾ ആർക്കാ ഉള്ളതെന്നാണ് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നത്? ജാതികൾക്ക്. അല്ലേ? അപ്പൊ വായിച്ചാട്ടെ. 3:14 വായിച്ചാട്ടെ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായി ആമേൻ എന്നുള്ളവൻ. ആരംഭം എവിടെയായിരുന്നു? ജ്ഞാനത്തിലായിരുന്നു. എവിടെയായിരുന്നു? ദൈവ സൃഷ്ടിയുടെ ആരംഭം ആരെയാ സൃഷ്ടിച്ചത്? പുത്രനെ ആരംഭത്തിൽ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവൻ മൂലം അവനായിട്ട് സൃഷ്ടിച്ചു. അവൻ മൂലം അവനായിട്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് ആദ്യം സൃഷ്ടിച്ചത് ആരെയാ? പുത്രനെ. എങ്ങനെ സൃഷ്ടിച്ചത്? ജ്ഞാനത്തിൽ സൃഷ്ടിച്ചിട്ട് വാക്കുകൊണ്ട് എന്ത് ചെയ്തു? അപ്പം ജ്ഞാനത്തിൽ ഇരിക്കുക, ബുദ്ധിയിലിരിക്കുക, ദൈവത്തിന്റെ ബുദ്ധിയിലിരിക്കുക, അവിടെ ആക്കി വെച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ വരണം, ഇങ്ങനെ ഒരു സന്തതി എനിക്ക് വരണം. കാരണം ഈ ലൂസിഫറൊക്കെ വീണു പോകുന്ന ആർക്കറിയാം?
ദൈവത്തിന്റെ സകലത പറയാ, ദൈവത്തിന് അറിയാത്ത ഒരു കാര്യവും ഇല്ല. അപ്പൊ മനുഷ്യൻ ആദ്യം തന്റെ സ്വന്തം പുത്രനെ എന്ത് ചെയ്തു? ആദ്യമായിട്ട് ആരോടാ പറയുന്നത്? ആദമിനോട് പറയാണ്, സ്ത്രീയുടെ സന്തതി വരും, അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും, അല്ലേ? ആ വചനം എന്ത് ചെയ്തു? യോഹന്നാൻ 1:14 പറയാണ്, ആദ്യം വചനം, 1:1 പറയണം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്താ? ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെയാണ് വചനം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു വാക്കാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അത് യോഹന്നാന്റെ സുവിശേഷം 1:14 വരുമ്പോൾ പറയാണ്, സ്ത്രീ ആ വചനം എന്ത് ചെയ്തു? ജഡമായി തീർന്നു. വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. അപ്പൊ യേശു കർത്താവ് ആരാണ്? സൃഷ്ടിയുടെ ആരംഭം. ഹല്ലേലൂയ, സ്തോത്രം. ഉൽപ്പത്തി 1:1 പറയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വായിക്കണ്ട, യോഹന്നാനിന്റെ അത് തന്നെയാണ് പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇനി യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2:22 വായിച്ചാൽ, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ, യേശുവിനെ അഭിഷക്തൻ, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കണം എന്ന് വെച്ചാൽ അഭിഷക്തനല്ല, ഇവൻ ദൈവമാണെന്ന് പറയുന്നവനൊക്കെ ആരാന്ന് പറഞ്ഞേ? കള്ളനാ. അപ്പൊ യേശുവിനെ പുത്രനാം ദൈവം അല്ലെങ്കിൽ പുത്രനാം ദൈവം എന്ന് പഠിപ്പിക്കുന്നവനെല്ലാം ആരാണ് പറയുന്നത് ബൈബിള്? കള്ളനാ. അപ്പൊ അവര് നടത്തുന്ന മേശയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതാരുടെ മേശയാ? ഭൂതങ്ങളുടെ മേശയാ. അപ്പൊ മനസ്സിലായോ? അപ്പൊ സൃഷ്ടിയെ ഇവരെന്ത് ചെയ്തു? സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ അവർ ഭജിച്ചു. അല്ലെങ്കിൽ റോമർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയാൻ, അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുക. ഇപ്പോഴും ഞായറാഴ്ച പോയി അവർ ആരെ ആരാധിക്കുന്നേ? സൃഷ്ടിയെ ആരാധിക്കുക. വഴിയിൽ പോയി നിന്നുകൊണ്ട് കർത്താവ് ആരാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? എൻ മൂലം ജീവിക്കും, നിത്യജീവനുണ്ട്. അല്ലെങ്കിൽ അപ്പൊ വഴിയിൽ പോയി നിന്നുകൊണ്ട് വഴിയെ ആരാധിച്ചിട്ട് ഇവരെന്ത് ചെയ്യുക? മടങ്ങി വരിക. വഴിയിൽ കൂടെ പോയിട്ട് ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം, പിതാവായ ഏകദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യർക്ക് ലേഖനം 8:4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ഇപ്പം വായിക്കണ്ട, അതിൽ എഴുതിയിട്ടുണ്ട് പിതാവ് ആരാന്നും പുത്രൻ ആരാന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. പുത്രൻ ആരാന്നാ പറഞ്ഞത്? കർത്താവാണ്, അഭിഷക്തനാണ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലേ? അഭിഷക്തനാണ്, മഹാപുരോഹിതനാണ്, രാജാവാണ്, അല്ലേ? ഇടയനാണ്, പിന്നെ ദൂതനാണ്. അല്ലെങ്കിൽ ദൈവയച്ച ദൂതനാണ്. അല്ലെങ്കിൽ സ്തോത്രം. അപ്പൊ ആ ദൈവത്തെയും പുത്രൻ, അതുകൊണ്ടാണ് യോഹന്നാൻ 17:3 പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്ന നിത്യജീവൻ. എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കലകുല എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി അയൽവക്കക്കാരെ ഓടിക്കുന്നതല്ല നിത്യജീവൻ. നമ്മുടെ ദൈവം ആരാ? സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ? നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവം, കലക്കത്തിന്റെ ദൈവമല്ല. നമ്മുടെ ദൈവം ആരാ? സമാധാനത്തിന്റെ ദൈവം. സമാധാനത്തിന്റെ ദൈവം വരുന്നിടത്ത് കലക്കം ഉണ്ടാവില്ല. അപ്പൊ കലക്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവര് കാറി കൂകി ബഹളം വെച്ച് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് ഏത് ദൈവമാണ്? കലക്കത്തിന്റെ ദൈവം ആരാ? ബാലയെ ഉണരണമേന്ന് പറഞ്ഞ് ഉച്ചവരെ കാറിയത് ആരാ? പിശാച് പിടിച്ചവരാ. കാരണം അവർ തന്നെ ഈ തുള്ളലുകാർ. ഇവർ കാറി ബഹളം വെക്കും. എന്നാൽ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നമ്മുടെ കാൽക്കീഴിൽ ചതച്ചരച്ച് കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സാത്താന് നിൽക്കാൻ വയ്യാതെ കൂടുന്നത്. യേശുവിന്റെ നാമം ആരാ? യേശുവിന്റെ നാമക്കാരാരാന്ന് ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, പൗലോസിനെ അറിയാം, യേശുവിനെയും അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, അല്ലേ? അത് നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ട് ആരാ? മഹാപുരോഹിതന്മാരുടെ മക്കളാ, അല്ലേ? അവർ മുറിവേറ്റവരായിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസിനോട് എന്താ പറഞ്ഞത്? ശിഷ്യന്മാരോട് നോക്കിയിട്ട് യേശു കർത്താവ് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? ഏലിയാവെന്ന് പറഞ്ഞു, ചിലർ യോഹന്നാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് ചോദിച്ച ഉടനെ ആരാ ആദ്യം ഉത്തരം പറഞ്ഞേ? പത്രോസ് പറഞ്ഞല്ലേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തനാ, അഭിഷേകം പ്രാപിച്ചവൻ. നിന്നിലൂടെയാണ് ഞങ്ങൾക്കും അഭിഷേകം കിട്ടാൻ പോകണം. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥിതി നിങ്ങളുടെ അടുത്ത് വരികയില്ല. കാരണം ന്യായപ്രമാണ കാലത്ത് ആരുടെ മേലാണ്? അഭിഷേകം ഒഴിക്കുന്നവരുടെ മേൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഞാൻ അന്ന് ഹല്ലേലൂയ, സ്തോത്രം, യോബിൽ പ്രവചിച്ചു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെയാണ് എബ്രായ ലേഖനം 1:1 പറയാണ്, ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പൊ അന്ത്യകാലം എന്ന് തുടങ്ങി? പുത്രന്റെ കാലത്തില് തുടങ്ങി. ആ പുത്രന്റെ കാലത്തിൽ തുടങ്ങിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, യേശപ്പം നമ്മളോട് പറഞ്ഞു തരികയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അതുകൊണ്ട് സൃഷ്ടിയെ എന്ത് ചെയ്യരുത്?
സൃഷ്ടിയെ ആരാധിക്കരുത്. പുത്രൻ ആരാ? നമ്മുടെ സൃഷ്ടി. ആ കർത്താവിലൂടെ നമ്മൾ ആരെ ആരാധിക്കണം? ദൈവത്തെ. ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇവർ വഴി പോയി എന്നാൽ വഴിയെ ആരാധിച്ചിട്ട് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഇവര് ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂതങ്ങളുടെ മേശയിലാണ് ഞായറാഴ്ച ദിവസവും അല്ലെങ്കിൽ ഈ കർത്തൃമേശ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരുടെ മേശയാണ്? ഭൂതങ്ങളുടെ മേശയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. പ്രൈസ് ലോർഡ്. വേഗത്തിൽ വായിച്ചു. യേശു അവളോട്, എന്നെ തൊടരുത്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയില്ല. യേശു പറയാണ്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത്. നീ എന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ സഹോദരന്മാരുടെ അടുത്ത്. ആരാ സഹോദരന്മാര്? ശിഷ്യന്മാര്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പത്രോസ് പറഞ്ഞ എന്താ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനോട് ദൈവം എന്താ യേശു കർത്താവ് എന്താ പറഞ്ഞേ? ബെർയോനായ സീമോനെ, ദൈവപുത്രം പറയാ, ബെർയോനായ സീമോനെ നീ ഭാഗ്യവാൻ. ഇത് നിനക്ക് ജഡരക്തമല്ല വെളിപ്പെടുത്തി തന്നെ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിനക്ക് ഞാൻ ദൈവത്തിന്റെ അടുത്ത് വന്ന അഭിഷക്തനാന്ന് വെളിപ്പെടുത്തി തന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലഴിക്കും. ഇവര് ഭയങ്കരമായിട്ട് അഴിപ്പും കെട്ടുക. ഇതാരാ? മന്ത്രവാദികളാ ഇവര്. ഇവരാരാ? മന്ത്രവാദികളാ. പിതാവിനെ അറിയുന്നുണ്ടോ? അവര് പുത്രനെ അറിയുന്നുണ്ടോ? അവര് പുത്രനും ദൈവമാണ്, പിതാവും ദൈവമാണ്. ഇനി ദൈവങ്ങളുടെ എണ്ണം ബഹുദൈവം ആർക്കാ ഉള്ളത്? ജാതികൾക്ക്. ഹല്ലേലൂയ സ്തോത്രം. ബഹുദൈവം ആർക്കാ ഉള്ളത്? ജാതികൾക്കാണ് ബഹുദൈവം ഉള്ളത്. നമുക്ക് എത്ര ദൈവമുണ്ട്? ഒരേ ഒരു ദൈവമാണ്. അതുകൊണ്ട് സകല മനുഷ്യന്റെ മനസാക്ഷിയിൽ ദൈവം എഴുതി വെച്ചു. അതുകൊണ്ട് അവന് എത്ര 33 കോടിയാ എത്ര പേരെ വിളിച്ചാലും അവൻ പറയും എല്ലാം കൊണ്ടുകൊണ്ട് ഒരുത്തം മൂടിയിരിപ്പുണ്ട്. എത്ര പേരുണ്ടെന്ന് പറയും? ഒരു ദൈവം ഉണ്ടെന്നേ പറയുള്ളൂ. എത്ര? ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടെന്ന് പറയുമോ? ഇല്ല. എല്ലാം കണ്ടുകൊണ്ട് 1 കോടി ദൈവം മൂടിയിരിപ്പുണ്ടെന്ന് പറയുമോ? ഇല്ല. എല്ലാം കണ്ടുകൊണ്ട് എത്ര ദൈവമുണ്ട്? ഒരു ദൈവത്തെ ഇവരിപ്പം പെന്തക്കോസ്തുകാർക്ക് ഇപ്പം എത്ര ആക്കി? 3 ആക്കി. അപ്പൊ അവരാർക്കാ ബലി കഴിക്കുന്നത്? ഭൂതങ്ങൾക്ക് ബലി കഴിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പറയാം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തതെന്നാൽ കാരണം ഹല്ലേലൂയ കർത്താവ്. അത് ഒന്ന് വായിച്ചാട്ടെ. 1 ലേഖനം 11-ാം അധ്യായം 11:23. വായിച്ചാട്ടെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മ ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കാ ചെയ്യുവാൻ പറഞ്ഞിട്ട് ഇവരിപ്പോ എന്താ ചെയ്യുന്നത്? ഇവര് ബൈബിൾ എങ്ങനെയാ വായിക്കുക? നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്ത് ചെയ്യണമെന്ന് പറയും. ഇത് കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനുള്ള കാര്യമാണത്. കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാനാ പറഞ്ഞല്ലേ. പക്ഷെ ഇപ്പൊ ഒരു സഭക്കാരുണ്ട്, അവർക്ക് കൂടി വരുമ്പോഴൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചോണ്ടിരിക്കുക. യേശുവിനാണ് ബലി കഴിക്കുന്നത്. ആർക്കാ ബലി കഴിക്കുന്നവര്? കർത്തൃമേശ ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ആർക്കാ ബലി കഴിക്കുന്നത്? ഹല്ലേലൂയ. ആരിൽ നിന്നാ പ്രാപിച്ചത് കർത്താവ്? പൗലോസ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ആര് വരുമ്പോഴാ? യേശുവിനെ ആരാക്കി വെച്ചതാണെന്നാ പറഞ്ഞു ബൈബിള്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചതാണ് അല്ലേ. എന്നാൽ സൃഷ്ടാവായ കർത്താവുണ്ട്, ഇത് സൃഷ്ടിയാകുന്ന കർത്താവ്. നമ്മളായിരിക്കുന്ന സൃഷ്ടികളെ എല്ലാം കാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധികാരം കൊടുത്ത് ക്രൂശിന്റെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ തൻ്റെ സ്വന്തം നാമം നൽകി അവനെ എന്ത് ചെയ്തു? കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം പത്രോസിന് മനസ്സിലായത് ഇവൻ ആരാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തനാ. അപ്പം വന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അത് അന്ത്യകാലത്ത് ഈ യോവൽ പ്രവചിച്ചു വെച്ചു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും അത് കിട്ടണമെങ്കിൽ ആര് വരണം? ക്രിസ്തു വരണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോ ഹല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20:17 വായിച്ചിട്ട് യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ
കർത്താവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും. എന്നിട്ട് സ്ത്രീയോട് പറയണം, നീ മദ്ദലക്കാരത്തി മറിയോട് പറയണം, നീ ചെന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ സഹോദരന്മാരെ എന്ത് പറയണം? എന്റെ പിതാവുണ്ട്. എന്റെ പിതാവ് ആരാ? നിങ്ങളുടെയും പിതാവ്. പിന്നെ എന്റെ ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെയും ദൈവം. പിന്നെ എങ്ങനെയാ എന്നെ ദൈവമാക്കിയ? എന്റെ ദൈവം ആരുടെ ദൈവമാ? നിങ്ങളുടെ ദൈവം. എന്റെ പിതാവ് ആരുടെ പിതാവാ? നിങ്ങളുടെയും പിതാവാ. അതുകൊണ്ടാണ് പിതാവെന്ന് വേറെ ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞത്. ദൈവത്തെ അല്ലാതെ ആരെയും എന്ത് ചെയ്യരുത്? പിതാവെന്ന് വിളിക്കരുത്. കാരണം നമ്മുടെ എല്ലാം അപ്പൻ പിതാവായ അപ്പൻ ആരാ? സർവശക്തനെ. എല്ലാവർക്കും നമ്മൾ മലാക്കി 2:10 എങ്ങനെ വായിച്ചേ? എല്ലാവർക്കും ഒരു ദൈവമല്ലോ, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. അല്ല 3 പേര് സൃഷ്ടിച്ചില്ല കേട്ടോ. 3 പേരാണ് സൃഷ്ടിച്ചത്, ഒറ്റ ഒരാളാ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ആ സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് കണ്ണിന്റെ നട്ടവൻ കാണുകയില്ലോ, ചെവിയെ നട്ടവൻ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലോ, ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുമ്പോൾ ശരീരത്തിൽ അവയവങ്ങളെ ദൈവം വെവ്വേറെയായി നിർമ്മിച്ചെന്നായിരിക്കുന്നത് അല്ലേ? വെവ്വേറെയായി സൃഷ്ടിച്ചു, കൈവേറെ. അതുകൊണ്ടാണ് നമ്മുടെ പാഴ്സുകളെല്ലാം എന്ത് ചെയ്യുന്നത്? കയ്യും കാലും ഒക്കെ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ സ്തോത്രം ചലിക്കുന്ന ഓരോ അവയവങ്ങളും ഉണ്ടാക്കി കൈകൊണ്ടുണ്ടാക്കി നമ്മളെ സൃഷ്ടിച്ചു. പുത്രനെ എങ്ങനെ സൃഷ്ടിച്ചു? വചനം കൊണ്ട് സൃഷ്ടിച്ചു. അതുകൊണ്ട് പുത്രനും ആരാ? സൃഷ്ടിയാ. അപ്പൊ സൃഷ്ടിയെ ആരാധിക്കുന്നവരൊക്കെ ആരുടെ പാത്രമാണ് കൊടുക്കുന്നത്? ഭൂതങ്ങളുടെ പാത്രം. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? അംശികളാകരുത്. അപ്പോൾ എനിക്കൊരു ദൈവം കൊണ്ട് വായിച്ചു. തുടർന്ന് വായിക്കും. എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മദ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. മതി. അപ്പൊ യേശു പറഞ്ഞു ഒരു ദൈവമുള്ളൂ. ഇവർ യേശുവിനെ ദൈവമാക്കി അല്ലേ? ഇവിടെ ഈ ഭൂമിയിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം അല്ലേ? ആ പറഞ്ഞ ആളെ എന്ത് ചെയ്തു? ദൈവമാക്കി വെച്ചപ്പോൾ കോടതി വരെ കയറിയിരിക്കുക. ദൈവമാണെന്ന് പറഞ്ഞ് തെളിയിക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ? കോടതി അംഗീകരിച്ചു കൊടുക്കണം പുള്ളിയെ ദൈവമായിട്ട്. എങ്ങനെ ഇരിക്കും? ദൈവത്തെ അംഗീകരിക്കണം. ഇതെവിടെ പോകുക? കോടതി പോയിരിക്കുക. അതിൽ 8:54 കൂടെ ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ. ഹല്ലേലൂയ, സ്തോത്രം. യേശു പറയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ ഏതുമല്ല, എന്റെ പിതാവാകുന്നു നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. യേശു എന്നോട് പറഞ്ഞേ, ഞാൻ എന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമല്ല, എന്നെ മഹത്വപ്പെടുത്തുന്നവൻ പിതാവാകുന്നു, അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. വായിക്കേ. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഇതുവരെയായിട്ട് ഇവർ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ഇത് തന്നെ പൗലോസ് പറഞ്ഞു. ചിലർക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പിതാവെന്ന് പറയുന്നില്ല, അതാ ദൈവം, അത് ദൈവമാണ് നിങ്ങൾ. പക്ഷേ എങ്കിലും നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ മഹത്വപ്പെടുത്തുന്നവൻ ആരാന്നാ പറഞ്ഞേ? പിതാവാന്നാ പറഞ്ഞത്. അപ്പൊ അതുപോലെ യേശുവിനെ മഹത്വപ്പെടുത്തി അല്ലേ? എങ്ങനെ? ക്രൂശിന്ന് അല്ലെങ്കിൽ അവനെ മരിച്ച് പണ്ട് അടക്കപ്പെടുത്തിയ യേശുവിനെ 3-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ച്. ദൈവം എല്ലായിടത്തും അല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നു. ഇവരെങ്ങനെ പഠിപ്പിക്കുന്നത്? തന്നെ 3-ാം ദിവസം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അല്ലെങ്കിൽ പിന്നെ കുടിക്കുമ്പോഴൊക്കെ ഈ ചെയ്യാൻ പറഞ്ഞ എല്ലാം കൂടി വരുമ്പോഴെല്ലാം വചനത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂട്ടിക്കൊണ്ടിരിക്കുക. വായിക്കും. 1 പത്രോസ് 1:3 കൂടെ വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 1 പത്രോസ് 1:3. അപ്പൊ ദൈവം ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാ ദൈവം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും. എന്റെ പിതാവാണ് ദൈവം, ആ ദൈവമാണ് നിങ്ങളുടെ ദൈവം അല്ലേ? അപ്പോൾ ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? സത്യനമസ്കാരികൾ ആരാധിക്കുന്ന യേശു പറഞ്ഞത്? പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കും. സ്ത്രീ ആരോടാ പറഞ്ഞത്? ശമരിയ സ്ത്രീയോട്. എന്താ പറഞ്ഞത്? പിതാവിനെ നമസ്കരിക്കുന്നത് ആമലയിലുമല്ല യെരൂശലേമിലും അല്ല എന്നുള്ള നാഴിക വന്നിരിക്കുന്നു. സത്യനമസ്കാരികൾ എങ്ങനെ ആരാധിക്കും? പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കും എന്നുള്ള നാഴി എന്ത് ചെയ്തിരിക്കാം? വന്നിരിക്കുക അല്ലേ? അപ്പൊ സത്യനമസ്കാരികളൊക്കെ ആരെ ആരാധിക്കുള്ളൂ? ഒരു ദൈവത്തെ, പിതാവായ ഏകദൈവത്തെ, യേശുവിന്റെ ദൈവത്തെ തന്നെ നമ്മളും എന്ത് ചെയ്യുള്ളൂ? ആരാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ആരാധിക്കും? അപ്പൊ അവര് അവര് കൊടുക്കുന്ന കർത്തൃമേശയ്ക്ക് ആർക്കുള്ളതാ? ഒന്നിലധികം കൊടുക്കുന്നവരൊക്കെ ആർക്കുള്ളതാ?
ഭൂതങ്ങൾക്കുള്ളതാ. ഹല്ലേലൂയ സ്തോത്രം. ഇനി യോഹന്നാന്റെ സുവിശേഷം 4 അല്ലെങ്കിൽ 23 മുതൽ 26 വരെ വായിക്കും. അത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞത്, സത്യനമസ്കാരികൾ. ഇനി വെളിപ്പാട് പുസ്തകം 17-14 കൂടെ വായിക്കാം. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഹല്ലേലൂയ സ്തോത്രം. കർത്താതി കർത്താവും രാജാതി രാജാവും. ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരുടെ വെക്കുകയും നമ്മൾ കൊരിന്ത്യർക്കെതിരെ അനേക കർത്താക്കന്മാരുണ്ട്. എങ്ങനെയുള്ള കർത്താക്കന്മാരാ? കർത്താവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? കർത്തൃത്വം നടത്തുന്നവർ. ഇപ്പം നമുക്കൊക്കെ SI ഉണ്ട്, പിന്നെ പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ SP ഉണ്ട്. ഇവരൊക്കെ ആരാ? നമ്മുടെ കർത്തൃത്വം നടത്തുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അനേക കർത്താക്കന്മാരുണ്ടെന്ന് പറയുമെങ്കിലും യേശു എന്ന ഏക കർത്താവേ നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കർത്താക്കൻ്റെ മേലിലുള്ള കർത്താവാണ് യേശു. മനസ്സിലാകുന്നുണ്ടോ? പിതാവായ ദൈവത്തിൻ്റെ മേലല്ല, ഈ ഭൂമിയിലുള്ള സകലത്തിന്മേലും രാജാക്കന്മാരുടെ മേലുള്ള രാജാവും പേരിലുള്ള കർത്താവുമാണ് യേശു കർത്താവ്. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് കൊരിന്ത്യർക്കെതിരെ ലേഖനം കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16-18 മുതൽ വായിച്ചത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്. മത്തായിയുടെ സുവിശേഷം. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കരുത്. ഏത് പാറമേൽ? ഈ വിശ്വാസത്തിന്മേൽ, ഈ അടിസ്ഥാനത്തിന്. ഏതാ പാറ? എല്ലാവരും പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പത്രോസിന്റെ മേൽ സഭയെ പണിതെന്നുള്ള. പത്രോസിന്റെ ഉള്ള വിശ്വാസത്തിന്മേലാണ് സഭയെ പണിതത്. എന്താ പത്രോസിനുള്ള വിശ്വാസം? പിതാവ് ദൈവവും യേശു കർത്താവ് ക്രിസ്തുവാർക്കെയാണ് അവൻ വെച്ചത്. അതുകൊണ്ട് അവൻ ഈ നീക്ക് ജഡരക്തമല്ല വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ. അതുകൊണ്ട് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? തരുന്നു. എന്താണ് സ്വർഗരാജ്യത്തിന്റെ താക്കോല്? അവന് കൊടുത്തു. പരിജ്ഞാനം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം ആർക്കുണ്ടായി? പത്രോസിനുണ്ടായി. അവനത് എഴുതിയും വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. 2 ലേഖനത്തിൽ എഴുതി വെച്ചു. അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. പത്രോസിന് എത്ര ദൈവം ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദൈവം ഉള്ളായിരുന്നു. ആ പിതാവായ ഏക ദൈവമുള്ള യേശു എന്ന ഏക കർത്താവും അവനുണ്ടായിരുന്നു. വായിക്കേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതെ ഇരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കണ്ടോ? താനാണ് ഈ വരാൻ പോണ, അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ച ക്രിസ്തു ഞാൻ തന്നെയാണെന്ന് ആരോടും നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയണ്ട എന്ന് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആർക്ക് കൊടുത്തു? പത്രോസിന് കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. സാത്താന്റെ രാജ്യം എന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 11:18. ഹല്ലേലൂയ സ്തോത്രം. വേഗത്തിൽ വായിക്കും. സാത്താനും തന്നോട് തന്നെ ചിത്രിച്ചു എങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താനും തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അല്ലെങ്കിൽ അപ്പൊ സാത്താന്റെ രാജ്യമുണ്ട്, ദൈവത്തിന്റെ രാജ്യമുണ്ട്. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് തുറക്കുന്നത് എങ്ങനെയായിരിക്കണം? എങ്ങനെ തുറന്നത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആരെയില്ല കൊടുത്തത്? പത്രോസിനെ കൊടുത്തത്. എന്തിന്റെ താക്കോലാ കൊടുത്തതെന്നും കൂടെ വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 11:52 ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളയുന്നു. എന്ത് താക്കോൽ അവരെടുത്ത് കളയുന്നത്? പരിജ്ഞാനം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ല. ആ താക്കോൽ എന്ത് ചെയ്തു? AD 325 എന്ത് ചെയ്തു? 318 ബിഷപ്പുമാർ ചേർന്ന് ആ താക്കോൽ അങ്ങ് എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. സഭയ്ക്ക് ഉപദ്രവം ഉണ്ടായപ്പോൾ ഇത് താക്കോൽ അങ്ങോട്ട് എടുത്തു കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അങ്ങ് എഴുതി വെച്ചു. ഒരു 5 പേര് ചേർന്ന് ഒരു പുസ്തകം എഴുതി വെച്ചു. എന്താ? ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് അതാണ് ഇന്ന് ലോകത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ കർത്തൃമേശയൊക്കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതൊക്കെ ആർക്കാ? അതെന്തായിത്തീരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദരത്തിൽ ചെന്ന് എന്തായിത്തീരും? അത് സർപ്പവിഷമായി തീരും. അതുകൊണ്ടാണ് അവർക്ക് ഒരു വിടുതലും ഇല്ലാത്തത്. എന്ന് കടന്ന് തുള്ളിയാലും എന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ എന്താ തുള്ളര. ആരാ? ഹല്ലേലൂയ സ്തോത്രം. ബാലിന്റെ പ്രവാചകന്മാർ തുള്ളിയവർ. ബാലെ ഉണരണമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? രാവിലെ തൊട്ട് ഉച്ച വരെ തുള്ളും. തുള്ളി കഴിഞ്ഞിട്ട് എന്തുണ്ടോ? വിടുതലുണ്ടോ? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ അവർ സ്വർഗരാജ്യത്തെ എന്ത് ചെയ്യുന്നു? താക്കോല് ഹല്ലേലൂയ സ്തോത്രം അവർ എടുത്തു കളയുക. ഹല്ലേലൂയ സ്തോത്രം. സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യും? ആരാണ് സ്വർഗരാജ്യത്തെ അടയ്ക്കുന്നവർ? 23-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 13 മുതൽ വായിച്ചാട്ടെ.
വായിക്കും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയും. ഇവരെന്ത് ചെയ്യാണ്? സ്വർഗരാജ്യം അടച്ചു കളയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ സ്വർഗരാജ്യം അടച്ചു കളയുന്നത്? സൃഷ്ടിച്ചവനേക്കാൾ അവരെന്ത് ചെയ്യും? സൃഷ്ടി ആരാധിച്ചോളാൻ പറയും. ഞായറാഴ്ച പോയി ആരെ ആരാധിക്കും? അവര് സൃഷ്ടി ആരാധിക്കും. ഭൂതങ്ങൾക്ക് എന്ത് ചെയ്യും? ബലി കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ബലി കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ എന്താ? ഭൂതങ്ങൾക്കാ. അപ്പൊ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവര് സ്വർഗരാജ്യം എന്ത് ചെയ്യുന്നു? അടച്ചു കളയുന്നു. എങ്ങനെ അടയ്ക്കുന്നത്? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം അവരെന്ത് ചെയ്യില്ല. ഹല്ലേലൂയ സ്തോത്രം അവർക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. പരിജ്ഞാനത്തിന്റെ താക്കോൽ അങ്ങ് എന്ത് ചെയ്യും? എടുത്തു കളയും. ഈ പരിജ്ഞാനത്തിന്റെ താക്കോൽ ആർക്ക് കിട്ടി? പത്രോസിന് കിട്ടി. ആ സഭ പത്രോസിന്മേൽ എന്ത് ചെയ്തു? സഭയെ പണിതു. ഹല്ലേലൂയ സ്തോത്രം. അത് ആ സഭയാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 മുതൽ ഹല്ലേലൂയ സ്തോത്രം സ്നാനവും ഉപദേശവും ഒക്കെ. ഹല്ലേലൂയ സ്തോത്രം. എത്ര ദൈവം ഉണ്ട് അവർക്ക്? എല്ലായിടത്തും എഴുതിക്കുന്ന യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചട്ടെ, 14 വായിച്ചട്ടെ. 23 വായിച്ചോ. 13 14 വായിക്കും. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ വിധവന്മാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ എവിടെയാ ചേർക്കുന്നത്? പെന്തക്കോസ് ഒരു മതമാകട്ടെ. ഇപ്പൊ അല്ലേ അവര് പറയുന്നുണ്ട് മതമല്ലെന്ന്, മാർഗം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അവര് അതെന്താ? മതമായി മാറിയിരിക്കുക. തൃത്വം എന്ന് പറയുന്നത് മതമാ. മതത്തിലുള്ളതാണ് തൃത്വം. തൃത്വത്തിലുള്ളതാണ് മതത്തിലുള്ളതാ. സത്യനമസ്കാരികൾക്ക് യഹൂദന്മാരുടെ അടുത്ത് പോയി 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് പുത്രൻ വരും, പുത്രൻ ദൈവമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വെട്ടി കൊന്നുകളയും. ഹല്ലേലൂയ സ്തോത്രം. എത്ര ദൈവമുള്ളൂ? യഹൂദന്മാർക്ക് എത്ര ദൈവമുള്ളൂ? അബ്രഹാമിന് എത്ര ദൈവമുള്ളൂ? ഇസഹാക്കിന് എത്ര ദൈവമുള്ളൂ? യാക്കോബിന് എത്ര ദൈവമുള്ളൂ? അബ്രഹാമിന്റെ ഇസഹാക്കിനെ ഇസ്രായേലിന്റെ ദൈവമേ എന്ന് പറഞ്ഞു. പിന്നെ ഇവര് വിളിക്കും അബ്രഹാമിന്റെ ഇസഹാക്കിനെ ഇസ്രായേലിന്റെ. ഇവര് വിളിക്കുന്ന അബ്രഹാം ഏതാ? അബ്രഹാമിന് എത്ര ദൈവം ഉള്ളായിരുന്നു? ഒരു ദൈവം ഉള്ളായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിന്റെ സന്തതികളായി വന്നിരിക്കുന്ന പൗലോസിനൊക്കെ എത്ര ദൈവമുള്ളൂ? ഒരു ദൈവമുള്ളൂ. പൗലോസായി എഴുതി വെച്ചത് എത്രേ? 1 കൊരിന്ത്യർക്ക് എഴുതി ലേഖനത്തിൽ പറഞ്ഞത് അല്ലേ? പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. പിന്നെ എല്ലാ ലേഖനത്തിന്റെ 1 മുതൽ 4, 5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കാം, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ യേശു കർത്താവും പിതാവാണ് ഏകദൈവമെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാകുന്നില്ല. താഴോട്ട് വായിക്കും. ആ മതത്തിൽ ചേർക്കുവാൻ കടലും ചുറ്റി നടക്കുക. 3 ദൈവമുണ്ട്. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ദൈവമാണ്. 3 ദൈവത്തിൽ കൂടെ അവിടെ ചെല്ലുകയുള്ളൂ അല്ലേ? 3 ദൈവമുള്ള സ്ഥലം എവിടെയാ? നരകം. അവിടെ ആരൊക്കെ ഉള്ളത്? പിശാച്, മൃഗം, കള്ളപ്രവാചകൻ. ഇവരെ കിടക്കുന്നിടത്തേക്ക് അവരെയും വിടും. തൃത്വം ഉള്ളത് അവിടെയാണ് തൃത്വം ഉള്ളത്. മുകളിൽ ആരൊക്കെ ഉണ്ട്? പിതാവും ഉണ്ട്, പുത്രൻ താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. രാജ്യം പിതാവിനെ ഏൽപ്പിച്ച് പുത്രൻ താൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. അവിടെ പുത്രനാ ദൈവം എന്ന് പറഞ്ഞ് ഉയർന്ന ആരാ? അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ്? എങ്ങനെയാ നിനക്ക് വെട്ട് കിട്ടിയേ? ചുമ്മാ വെട്ട് കിട്ടിയതാണോ? ആരുടെ മകനായിരുന്നു? ദൈവത്തിന്റെ മകനാണ്, സ്വന്തം മകനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ വെളിച്ചത്തെ ദൈവം വെട്ടിക്കളഞ്ഞു. അവനെ സൃഷ്ടിച്ച നാളിൽ എങ്ങനെയാ സൃഷ്ടിച്ചത്? അവനെ എത്ര വിധ കല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അവൻ എന്തുണ്ട്? അവൻ നെകിളിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ അത്തിനോട് സമനാകും, അത്തിനോട് മീതെ ഇരുന്നു ആണെങ്കിലും. ഈ തുല്യ ദൈവം ഉണ്ടാക്കുന്നവനൊക്കെ ആരാ? തുല്യ ദൈവം ഉണ്ടെന്ന് പറയുന്നവനൊക്കെ ആരുടെ മകനാ? ലൂസിഫറിന്റെ മകനാ. 3 തുല്യ ദൈവങ്ങളുണ്ടെന്ന് പറയുന്നവനെല്ലാം ആരുടെ മകനാ? അവന് ആ ദൈവത്തിന്റെ മകൻ തന്നെയായിരുന്നു. അവൻ എന്ത് ചെയ്തു? ദൈവത്തോട് സമനാകുമെന്ന് പറഞ്ഞു. ദൈവം എന്താ പറഞ്ഞേ? എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകത്തുമില്ല. ഞാൻ ആരെയും അറിയുന്നില്ല. എന്നിട്ട് ദൈവം കുറെ ചോദ്യം നമ്മളോട് ചോദിച്ചു. മനുഷ്യപുത്രന്മാരിൽ എനിക്ക് തുല്യനാ? ദേവന്മാരിൽ എനിക്ക് തുല്യനാ? സ്വർഗത്തിൽ എനിക്ക് തുല്യനാ? എന്നിട്ട് ദൈവം തന്നെ ആൻസർ പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് തുല്യൻ ആരുമില്ല, മനുഷ്യപുത്രന്മാരിൽ എനിക്ക് തുല്യൻ ആരുമില്ല, ദേവന്മാരിൽ എനിക്ക് തുല്യൻ ആരുമില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് തുല്യത ഉണ്ടായത്? എന്നാ ഉണ്ടായത്? പറ, എന്നാ ഉണ്ടായത്? AD 325 ഉണ്ടായത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അരുണോദയ പുത്രനായ ശുക്രനെയാണ് ഈ ഞായറാഴ്ച പോയി അവർ ആരാധിക്കുന്നത്. മനസ്സിലായോ? പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന. അവർ ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദൈവാലയത്തിലിരിക്കുന്ന ലൂസിഫറാണ്. അപ്പൊ ഞായറാഴ്ച പോയി ബന്ധുക്കോസുകാരെ ആരാധിക്കുന്ന ആരെയാ? അപ്പൊ അവർക്ക് കൊടുക്കുന്ന കർത്തൃമേശ ആർക്കാ? ഭൂതങ്ങൾക്കാ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് സത്യനമസ്കാരികൾ ആരെ ആരാധിക്കണം? പിതാവിനെ സത്യത്തിലും ആത്മാവിലും
ആരാധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന് ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മുടെയും ദൈവം. യേശുവിനൊരു ഹല്ലേലൂയ സ്തോത്രം പിതാവുണ്ട്, ആ പിതാവ് നമ്മുടെയും പിതാവ്. ആ പിതാവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ആരെ അനുസരിക്കണം? യേശുവിനെ അനുസരിക്കണം. യേശുവിനെ നമുക്ക് ദൈവം ആരാക്കി തന്നിരിക്കാം? കർത്താവ്. നമ്മുടെ എല്ലാ കർത്തൃത്വം നടത്തുന്നവൻ യേശു. അതുകൊണ്ടാണ് അതിൻ്റെ നാമത്തെ ചോദിപ്പിൻ, ദൈവം എന്ത് ചെയ്യും? നിങ്ങൾക്ക് പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ ദൈവം എന്ത് ചെയ്യും? ചെയ്തു തരും. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാലേ കിട്ടുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ നിത്യജീവനുള്ളൂ. യേശുവിൻ്റെ നാമത്തിലെ രക്ഷയുള്ളൂ. യേശുവിൻ്റെ നാമത്തിലെ പാപമോചനമുള്ളൂ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം താഴോട്ട് വായിക്കും. നിങ്ങൾ ഒരുവരെ മതത്തിൽ ചേർക്കാൻ എന്ത് ചെയ്യുന്നു? കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകം. നോക്കിയ പെന്തക്കോസ്ത് ചേർന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ ഇരട്ടിച്ച നരകയോഗ്യരാക്കിയിരിക്കുക. ഇപ്പൊ അവർക്ക് ഭൂമിയിലും കഷ്ടത, പിന്നെ പിന്നെ വേറെ എവിടെയും കഷ്ടത, നരകത്തിലേക്ക് പോവാം. തങ്ങളെക്കാട്ടിൽ ഇരട്ടിച്ച നരകയോഗ്യരാക്കുക. അവർ പാവത്തെ ചുമന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോ വീട്ടിൽ നുഴഞ്ഞ് കയറിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഈ ദുരുപദേശം അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക? ഇഞ്ചക്ട് ചെയ്ത് വെക്കുക. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ബൈബിളിലുണ്ടോ 3 ദൈവം? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ യോഹന്നാൻ ലേഖനം എഴുതിയിരിക്കും പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവരൊക്കെ കള്ളനാണ്. ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ് 3ാമത്തെ ദൈവമാക്കി. പരിശുദ്ധാത്മാവ് എന്താണെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ശക്തിയാ. അല്ലെങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ എത്രയും ലഭിച്ചിരിക്കുന്നത് അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ശക്തിയെ 3ാമത്തെ വ്യക്തിയാക്കി. അങ്ങനെയാണ് ദൈവത്തിന്റെ വായ്പൊന്ന് പുറപ്പെട്ട വചനം. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ അത് 4ാമത്തെ ദൈവമാകും അല്ലേ? അപ്പൊ ദൈവങ്ങളുടെ എണ്ണം ഇങ്ങനെ ഇവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവം എന്താ പറയുന്നത്? ഞാൻ ഒരുത്തരെയും അറിയുന്നില്ല. ദൈവം പറയാം ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. ഇനി യേശു എന്താ പറയുന്നത്? കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ രോഗികളൊക്കെ സൗഖ്യം. പെന്തക്കോസ്തിൽ ചിലപ്പോൾ ചില രോഗികളൊക്കെ സൗഖ്യമായിട്ടുണ്ടാവാം. ചിലർ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ സൗഖ്യമൊക്കെ വന്നു കാണും. യേശുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് പറയും? ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല. ആ അതിക്രമക്കാരൻ എന്നെ വിട്ട് എന്ത് ചെയ്യണം? പുറത്ത് പൊക്കോളാൻ പറയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പം നാമത്തിന് നീ അത്ഭുതങ്ങളൊക്കെ ചെയ്യും. ഇവിടെ വന്നിട്ട് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമം എന്നൊക്കെ പറയും. അവിടെ ചെന്ന് നീ യേശുവിന്റെ നാമം പറയുമ്പോൾ ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ നടക്കും. ഈ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ പേരെന്താന്ന് പോലും അറിയത്തില്ല. പിതാവിന്റെ പേര് തന്നെയാണ് പുത്രൻ. പിതാവ് എന്ന് പറഞ്ഞാൽ പേരല്ല, പുത്രൻ എന്ന് പറഞ്ഞാൽ പേരല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പേരല്ല. ദൈവത്തിന്റെ ശക്തി, ദൈവം ആത്മാവാകുന്നു. അവൻ പരിശുദ്ധനാണ്, അവൻ ആത്മാവാകുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആ ആത്മാവാണ്, ആ ശക്തിയാണ് കന്യമേൽ എന്ത് ചെയ്തത്? നേരിട്ടത്. അപ്പൊ അവിടെ പുത്രൻ ഉരുവായി അല്ലേ? ദൈവത്തിന്റെ ശക്തിയാലാണ് എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് ആ വാക്ക് ശക്തിയായിട്ട് അവിടെ എന്ത് ചെയ്തു? ഉരുവായി. ആ ഉരുവായി നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കാൽവരിയിൽ വന്ന് അവസാനത്തുള്ളിൽ രക്തം വരെയും എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ചിന്തി നമ്മുടെ പാവങ്ങളെല്ലാം അവൻ ചുമന്ന് നമ്മളെ സ്വതന്ത്രമാക്കി. ഈ യേശുവിൽ മൂലം നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഭാഗ്യവും തന്നിട്ടാണ് ആര് പോയത്? ക്രിസ്തു പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് ചുമ്മാ ഇരുന്നോ? നമുക്ക് വേണ്ടി തന്നെ പക്ഷപാതം ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് ഒരു വലിയ കാര്യം നമുക്ക് തന്നു. എന്ത് ചെയ്തു? ദൈവത്തിന്റെ ശക്തിയെ നമ്മുടെ മേലിൽ എന്ത് ചെയ്തു? മൺകൂടാരത്തിൽ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഇപ്പം നമ്മളും ദൈവം എങ്ങനെ ആയിരിക്കുന്നത്? ഒന്നായിരിക്കുന്നു. യേശു പറയാണ്, പരിശുദ്ധ പിതാവേ, നീ ഞാനും ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകണം. എങ്ങനെ? നമ്മളിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? പിതാവും പുത്രനും എങ്ങനെ ആയിരിക്കണേ? ഒന്നായിരിക്കണം. ഞങ്ങൾ വന്ന് അവരിൽ വസിക്കും. ഞാൻ നിങ്ങളെ ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ. ഈ ഞങ്ങളാരാ? ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. എങ്ങനെ ഒന്നായി വരിക? ആത്മാവായിട്ട് ഒന്നായിട്ട് നമ്മളിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ അറിവ് ആർക്ക് വേണം? ഈ അറിവില്ലാത്തവർ ആർക്കാണ് ബലി കഴിക്കുന്നത്? ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നത്. താഴെ വായിച്ചാട്ടെ. സ്വർഗരാജ്യം അവകാശമാക്കാത്തവരാരൊക്കെയാണ്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം വായിക്കും 4:17. അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കണേ. മതത്തിൽ ചേർക്കാൻ വരുന്നില്ലേ? അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് എന്തിനാ? ഗുണത്തിനല്ല. നിങ്ങളും അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അത്ര. അവർ നിങ്ങളെ എവിടെയാ ഇപ്പൊ അടച്ചേക്കുന്നത്? പുത്രന്റെ രാജ്യത്തിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്താക്കി. നമ്മളിപ്പോ എവിടെയായിരിക്കും? നമ്മള് പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കാം? ആക്കി വെച്ചു. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചാൽ അവിടെ നിന്നും പുറത്താക്കി. വായിക്കും. ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ഇനി 5:19 വായിച്ചാട്ടെ. ഗലാത്യരുടെ ജഡത്തിന്റെ പ്രവൃത്തികളോ നടപ്പ് ഇതൊക്കെ ചെയ്യുന്നവർ എവിടെ പോവില്ല? സ്വർഗരാജ്യം അവകാശമാക്കിയല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം,
ദ്വന്ദ്വപക്ഷം, ഉം. ഭിന്നത, ഉം. അസൂയ, ഉം. മദ്യപാനം, ഉം. വെറിക്കൂത്ത് ഉം. മുതലായവ എന്ന് വെളിവാക്കുന്നു. വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം ഇതൊക്കെ അവകാശമാക്കി ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഈ വക എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. എന്തുകൊണ്ടാണ് അവർ ഈ വകയിൽ നിന്ന് അവർക്ക് വിടുതൽ ഉണ്ടാകാത്തത്? ഈ വക പ്രവർത്തിക്കാൻ കാരണം അവർക്ക് ആരെ അറിയുന്നില്ല? ദൈവത്തെ അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ അറിയുന്നവരെ കുറിച്ച് ഇന്ന് നമ്മുടെ ദൈവദാസൻ എന്താ പറഞ്ഞത്? ശരിക്കും ഹല്ലേലൂയ സ്തോത്രം. അവൻ വഴിതെറ്റിപ്പോയ ദൈവം അവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അടിച്ചു കൊണ്ടിരും. അവൻ വഴിതെറ്റാൻ ദൈവം എന്ത് ചെയ്യില്ല? അനുവദിക്കില്ല. വഴി ഇതിലെ ഏകദൈവത്തെ ആരാധിക്കുന്നവന് ആര് പറഞ്ഞു കൊടുക്കും? അവന്റെ ശക്തിയാണ് നമ്മളിരിക്കുന്നത്, പരിശുദ്ധ ആത്മാവ്. അത് പറയും, മോനെ പോണ വഴി തെറ്റാ, നീ അങ്ങോട്ട് പോകരുതെന്ന് പറയും അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അവൻ നമ്മളെ എന്ത് ചെയ്യും? വഴി നടത്തും. അതാണ് വഴി. ഞാൻ തന്നെയാണ് വഴി, സത്യവും ജീവൻ. ആ വഴിയാകുന്ന ക്രിസ്തുവും പിതാവും ഒന്നായി നമ്മൾ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ വക പ്രവർത്തിക്കുന്നവരെ എന്ത് ചെയ്യുന്നില്ല? ഇങ്ങനെയുള്ള പ്രവർത്തിക്കാൻ ഇവരെ എന്ത് ചെയ്യുന്നു? സ്വർഗരാജ്യം അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 1:28 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ടെ. ദൈവത്തെ എങ്ങനെ ധരിക്കണം? ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. 15:34 പറയാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും അശുദ്ധിയും നിറഞ്ഞവർ, ദുഷ്ടതയും അത്യാഗ്രഹവും ദുർവൃത്തിയും നിറഞ്ഞവർ, അസൂയ, പിണക്കം, തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണി പറയുന്നവർ, ദൈവദോഷികർ, നിഷ്ഠൂരന്മാർ, ആത്മപ്രശംസക്കാർ, പുതിയ ദോഷമൊക്കെ അത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ, ആ അപ്പനെ അമ്മയെ അനുസരിക്കാത്തവർ, ബുദ്ധിയില്ലാത്തവർ, നിയമലംഘികൾ. ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ വലതുവശം ചേർന്ന് ഓടിക്കും അല്ലേ? രണ്ടുപേരെ കൂടുതൽ ബൈക്കെ കയറ്റെന്ന് പറഞ്ഞാൽ 5 പേരെ കയറ്റും. ഹല്ലേലൂയ സ്തോത്രം അല്ലേ? അപ്പൊ നിയമലംഘികളൊക്കെ ഇവരാരാന്ന് പറഞ്ഞേ? പോലീസുകാരെ കണ്ടാൽ ബഹുമാനിക്കല, പിന്നെ മന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കല. നമ്മൾ തന്നെ ജയിപ്പിച്ചു വിടുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവം ചോദിക്കും. കർത്തൃത്വം ആരുടെ പേരിലുള്ളതാണ്? ആരെയാ കർത്താവാക്കി വെച്ചത്? യേശുവിനെ കർത്താവാക്കി വെച്ചത്. അവർ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ദൈവമാണ് നിയമിക്കുന്നത്. ആരെ? രാജാവിനെ നിയമിക്കുന്ന ആരാ? രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ എങ്ങനെയായിരിക്കും? നീർത്തോട് കണക്കെ ഇരിക്കുന്നത്. ആ ദൈവം ഇഷ്ടമുള്ളിടത്തോട്ട് ഇരിക്കും. ഇപ്പൊ മോദിയെ ആക്കി വെച്ചതും പിണറായി സഹാബിനെ ആക്കി വെച്ചതൊക്കെ ആരാ? ദൈവം അറിഞ്ഞിട്ടാ. അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ബഹുമാനിക്കണം. വായിക്കേ. നിയമലംഘികളൊന്നും എന്ത് ചെയ്യരുത്, അല്ലല്ലേ? സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ നിയമം, നമ്മളെ ഈ രാജ്യത്തിന്റെ നിയമം നമ്മൾ അനുസരിക്കണം. ഈ രാജ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം പൊതുസ്ഥലത്ത് നിന്ന് മദ്യപിക്കുക, വീടി വലിക്കുക, ഹല്ലേലൂയ സ്തോത്രം ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക, വലതുവശം ചേർന്ന് ആക്സിഡന്റ് ഉണ്ടാക്കുക. ഇതൊക്കെ ആരാന്നാ പറഞ്ഞത്? നിയമലംഘികൾ. ഇവരൊന്നും എവിടെ പോകുകയെന്നാ പറഞ്ഞേക്കുന്നത്? വായിച്ചേ, താട്ട് വായിച്ചേ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ എന്ത് ചെയ്യുന്നു? ഇതാ ഇന്നത്തെ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ കൊല ചെയ്യുമ്പോൾ അവര് എന്റെ കുഞ്ഞേന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? കൊല ചെയ്തിട്ട് വരുന്നവരെ എന്ത് ചെയ്യുന്നു? ചേർത്ത് പിടിക്കുക. അല്ലേ സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ചേർത്ത് പിടിക്കുന്നു. നിയമം ലംഘിച്ചോ നീ? ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ കോടതിക്ക് വരാം, എന്തും ചെയ്യാം. അല്ലെങ്കിൽ ഇവരൊക്കെ എവിടെ പോകുന്ന പറഞ്ഞത്? നരകത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നിയമം ലംഘിക്കരുത്. നിയമലംഘികളൊന്നും നമ്മൾ രാജ്യത്ത് താമസിക്കുമ്പോൾ ഇന്ന് പെന്തക്കോസ്തുകാരൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ രാജ്യത്തിന്റെ നിയമം നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം? അവർക്ക് ഒന്നിലധികം ദൈവങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്താ? അവർ ഭൂതങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ബലി കഴിക്കുന്നത്. കാരണം കർത്താവിന്റെ മേശ എന്ന് പറഞ്ഞിട്ട് അവർ ആരുടെ മേശയിലാണ് പങ്കെടുക്കുന്നത്? ഭൂതങ്ങളുടെ മേശയാണ്. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് എവിടെ നിന്നാണ് പ്രാപിച്ചത്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും തരികയും ചെയ്തപ്പോൾ ആ പൗലോസിനൊക്കെ എത്ര ദൈവം ഉണ്ടായിരുന്നുള്ളൂ? ഒരേ ഒരു ദൈവം ഉണ്ടായിരുന്നു. താഴെ വായിക്കും. കഴിഞ്ഞു. അത് എഫെസ്യർക്ക് ലേഖനം 5:3 മുതൽ വായിച്ചത്. 3 മുതൽ 5 വരെ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. വിശുദ്ധന്മാർക്ക് അങ്ങനെയാകുന്നു ഉചിതം. എന്നീ പറയാണ് ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്
അരുത്. ഇപ്പൊ കയറി കഴിഞ്ഞാൽ ഒരു ബൈബിളിൽ നിന്ന് ഒരു കുറിവാക്യം വായിക്കും. ഇതിന് എന്താ വായിക്കുക? കുറിവാക്യം കറിവാക്യം വായിച്ചിട്ട് ഒരു 2 മണിക്കൂർ കൺവെൻഷൻ നിന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിക്കുന്നത്? കിഴവിക്കഥകളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രസംഗിക്കുന്നത് എന്ത് പറയും? പൊട്ടച്ചൊല്ല് കളിവാക്കിയതൊക്കെ പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്കാണ് ഇവരുടെ പ്രസംഗം. കാരണം എന്താ? അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല. ഹല്ലേലൂയ. അവർക്ക് ഒന്നിലധികം ദൈവങ്ങളുണ്ട്. വായിക്കേ. കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം അത്രേ വേണ്ടത്. അശുദ്ധൻ, വിഗ്രഹാരാധിയായിരിക്കുന്ന അത്യാഗ്രഹി, ദ്രവ്യാഗ്രഹി, ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ക്രിസ്തുവിന്റെ രാജ്യം ഏതാ? പുത്രന്റെ രാജ്യത്തിലാ നമ്മളിപ്പോ ആക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെ രാജ്യത്തില് ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ ഇവിടെ നിന്ന് അവിടെ പോയാലും അവിടെയും സ്ഥാനമില്ല, ഇവിടെയും സ്ഥാനമില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ സ്വർഗരാജ്യം ഇവരെന്ത് ചെയ്യുന്നു? അടച്ചു കളയുന്നു. മതത്തിൽ ചേർക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കടലും കരയൊക്കെ ചുറ്റി ദുരുപദേശം കൊണ്ടുവന്ന് അവരെ എന്ത് ചെയ്യുന്നു? അവരെ തങ്ങളെക്കാട്ടിലും ഇരട്ടിച്ച നരകയോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:15 കൂടെ ഒന്ന് വായിച്ചാൽ. നായ്ക്കളും ക്ഷുദ്രക്കാരും, നായ്ക്കളും ക്ഷുദ്രക്കാരും. ക്ഷുദ്രം എന്താ? മന്ത്രവാദം ചെയ്യുന്നവര്. പിന്നെ ദുർനടപ്പുകാരും, കുലപാതകന്മാരും, ബിംബാരാധികളും, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും പുറത്താ. അപ്പൊ ഇവര് എങ്ങനെയാ അവരെ സ്വർഗരാജ്യം അടച്ചു കളയുന്നത്? അവര് കിടക്കത്തില്ല, കടക്കുന്നവരെ എന്ത് ചെയ്യുന്നില്ല? കടപ്പിക്കുന്നില്ല. എങ്ങനെ? ഇങ്ങനെയുള്ള കാര്യമൊക്കെ അവരെ കൊണ്ട് എന്ത് ചെയ്യും? ചെയ്യിപ്പിക്കും. ബൈബിൾ വായിക്കാൻ അവരെ സമ്മതിക്കുമോ? എന്തെങ്കിലും കറിവാക്യം വായിക്കും, അല്ലേ? കറിവാക്യം വായിച്ചിട്ട് കുറിവാക്യവും കറിവാക്യമൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കിഴവിക്കഥകളെ പറഞ്ഞുകൊണ്ട് ഉപദേശം കൊടുക്കാതെ 3 ദൈവത്തെ ആരാധിച്ചോളാൻ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം. അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞപ്പോൾ കൂടി വരുമ്പോഴൊക്കെ എല്ലാം നിന്റെ വചനത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും എന്ത് ചെയ്യും? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്നാണ് ബൈബിൾ പറയുന്നത്. അവന് കള്ളനാണെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. വളരെ സൂക്ഷിക്കേണ്ട കാലമാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ച തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. നോഹയുടെ 8 പേരെ രക്ഷപ്പെട്ടല്ലെങ്കിൽ നമ്മൾ മാത്രമാണെങ്കിലും നമ്മൾ സത്യം തന്നെ പ്രസംഗിക്കണം. കേൾക്കുന്നവൻ കേട്ടാൽ മതി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജോലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഹല്ലേലൂയ 22:15 വായിച്ചാൽ ഇങ്ങനെയുള്ളവരൊന്നും സ്വർഗ്ഗ അവകാശമാക്കിയില്ല, ഇവരൊക്കെ പുറത്ത് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? 22:15 ഇപ്പം വായിച്ചേ. 21:8 കൂടെ ഒന്ന് വായിച്ചാൽ ഇവർക്കുള്ള ഓഹരി കൂടെ വായിച്ചിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പുകയില. അപ്പൊ ഈ നിയമലംഘികളും ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ഈ ഭോഷ്ക് പറയുന്നവരും ഈ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നവർക്കൊക്കെ ഉള്ള സ്ഥലം എവിടെയാ? ഈ പാസ്റ്റർമാർക്ക് പോകാനുള്ള സ്ഥലം എവിടെയാ? പാസ്റ്റർമാര് വൈറ്റ് ആൻഡ് വൈറ്റും വൈറ്റ് ആൻഡ് ബ്ലാക്കും ഒക്കെ ഉള്ളവർക്ക് പോകാനുള്ള സ്ഥലം എവിടെയാ? തീയും ഗന്ധകവും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര ദൈവമുണ്ട്? 3 ഏകം. ബൈബിളിലില്ലാത്ത ഒരു വാക്കാണ് 3 ഏകം. അങ്ങനെ ഒരു ഏകം ഉണ്ടോ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എത്ര ദൈവത്തെ കുറിച്ച് പറഞ്ഞത്? ഏകം എന്ന് പറഞ്ഞത്. ഇപ്പുറത്ത് എന്ത് കൂട്ടി? ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കൂട്ടരെന്ന് പറഞ്ഞത് 3. ആ 3 എന്നുള്ള വാക്ക് തന്നെ ഏതുവാ? ഇംഗ്ലീഷാണ്. ഏകം എന്നുള്ള മലയാളം. അപ്പോൾ ഇവർ എങ്ങനെയുള്ള കൂട്ടിയിരിക്കുന്നത്? 3 ഏകം. മനസ്സിലായോ? പള്ളിയും പുള്ളിയും കൂട്ടി എന്ത് ചെയ്തിരിക്കുക? അതുകൊണ്ട് അവരുടെ ദൈവം ആരാ? ആദ്യം ഞാൻ പറഞ്ഞ ആകാശ സൈന്യമായ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ നോക്കി കാണുമ്പോൾ നിങ്ങൾ വശീകരിക്കപ്പെടരുത്. തൃപ്തം കാണുമ്പോൾ വശീകരിക്കപ്പെടരുത്. തൃപ്തക്കാരമനകാരെ കാണുമ്പോൾ അവന്റെ പ്രസംഗം കേട്ടാലും അവന്റെ വേഷം കണ്ടാലും അവന്റെ പ്രസംഗം കേട്ടാലും അവന്റെ പ്രവചനം കേട്ടാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? വശീകരണ കള്ളപ്രവചനം കേട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വശീകരിക്കപ്പെടരുത്. ഹല്ലേലൂയ. അവനുള്ള ഓഹരി തീയും ഗന്ധകവും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പോകാനുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭൂതങ്ങളുടെ മേശയിലും കർത്താവിന്റെ മേശയിലും അല്ലെ അംശികളായിട്ട് കർത്താവിന് എന്ത് ചെയ്യരുത്? ക്രോധം ജനിപ്പിക്കരുത്. 1 Corinthians 10:21 വായിച്ച ക്രോധം ജനിപ്പിക്കുന്നു. എന്ത് ജനിപ്പിക്കുന്നു? വായിച്ചാൽ അതൊന്ന് വായിച്ചാൽ 10:21 വായിച്ചാൽ. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികൾ ആകുവാനും പാടില്ല. അല്ല, കർത്താവിന് ക്രോധം ജനിപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു? കർത്താവിന് ക്രോധം ജനിപ്പിക്കുക. അപ്പൊ നമ്മൾ കർത്താവിനൊക്കെ ഒരിക്കലും എന്ത് ചെയ്യരുത്?
ക്രോധം ജനിപ്പിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് പറയുകയാണ്, അതിൻ്റെ 11-ാം അധ്യായം 2 മുതൽ വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്. ഹല്ലേലൂയ. എന്നിട്ട് താഴെ പറയുകയാണ്, എങ്ങനെയാ നിങ്ങൾ വിട്ടുപോകുന്നത്? എങ്ങനെയാ വിട്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട് പൗലോസ്. വളരെ ശ്രദ്ധിച്ചേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും വേറൊരു സുവിശേഷമെങ്കിലും നിങ്ങൾ പൊറുക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കും. പുത്രനാം ദൈവം എന്ന് പറഞ്ഞ് പ്രസംഗിക്കും. നിങ്ങൾ എന്ത് ചെയ്യരുത്? പൊറുക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. പൗലോസ് പ്രസംഗിച്ച എത്ര യേശുവിനെയാ? ഒരു യേശുവാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ഇവർ അവൻ ദൈവമെന്ന് നടിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും തന്നെത്താൻ ഹല്ലേലൂയ ഉയർന്ന എതിരാളി എത്രേ? അതിന്റെ 13 കൂടെ വായിച്ചാട്ടെ. 11-ന്റെ ഇങ്ങനെയുള്ളവർ കപടവേലക്കാർ ക്രിസ്തു എന്ന് പറഞ്ഞ അഭിഷക്തന്റെ അപ്പോസ്തലന്മാരുടെ വേഷം കിട്ടുന്നവർ സാത്താൻ താനും. അപ്പൊ ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു ആരാ? സാത്താനാ. ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു ആരാ? സാത്താനാ. അവൻ ആരാ? വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. അപ്പൊ അന്ന് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് ഇരുന്നുകൊണ്ട് കർത്തൃമേശയൊക്കെ നടത്തുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നമ്മൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കൂട്ടുകൂടരുത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ളവർ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചത് അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം എന്നാ കിട്ടുന്നത്? ഇപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ എങ്ങനെ പറഞ്ഞ തീയും ഗന്ധവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ മേശയിൽ നിന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത രാത്രി കർത്താവ് അപ്പോൾ എടുത്ത് നുറുക്കി നമുക്ക് തന്നു. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ? തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞല്ലേ? എന്താ പറഞ്ഞത്? ഇതെന്റെ ശരീരം. അല്ലെങ്കിൽ അപ്പൊ കർത്താവിന്റെ ശരീരം നമ്മൾ ഭക്ഷിക്കേണ്ട, ഭൂതങ്ങളുടെ ശരീരമല്ല. ഭൂതങ്ങളുടെ ശരീരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം ദൈവം ഉണ്ടെന്ന് പ്രസംഗിക്കുന്ന സകലരും കൊടുക്കുന്ന തിരുവത്താഴം കർത്തൃമേശ എന്നൊക്കെ പറയുന്ന എല്ലാം ആരാ? ഭൂതങ്ങളുടെ. ഇനിയിപ്പോൾ കർത്താവിന്റെ മേശ ഹല്ലേലൂയ സ്തോത്രം രാത്രി കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇനി ഒരു ദിവസം ഞാൻ പറയാം. അത് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ അത്താഴം എന്ന്, അല്ലെങ്കിൽ കർത്താവിന്റെ മേശ, അപ്പം നുറുക്ക്, പിന്നെ ഹൃദയമാണ് നമുക്ക് കഴിയേണ്ടത്. പിന്നെ ഇസ്രായേലിലും എന്ന രാജ്യത്തിനും യഹൂദനും വേണ്ടി മാത്രമാണ് ന്യായപ്രമാണം. അവിടെയാണ് എന്ത് ചെയ്തത്? സന്ധ്യാസമയത്ത് ആർത്തത്. അപ്പോൾ ഇസ്രായേലിൽ പകലാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം വേറൊരു രാജ്യത്ത് ഇരുട്ടായിരിക്കും. ഇപ്പം ലോകത്തുള്ള സകലർക്കുമാണ് എന്തെന്ന് കർത്താവിൻ്റെ മേശമുള്ളത്. അത് പഴയ നിയമകാലത്താണ് എന്തെന്നത് ഈ രാത്രി സന്ധ്യാസമയത്ത് അർത്ഥത്. മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ദിവസം ഞാൻ ഹല്ലേലൂയ സ്തോത്രം പഠിപ്പിക്കാം. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? കർത്താവിൻ്റെ ദൈവത്തെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ആരാധിക്കുള്ളൂ. സൃഷ്ടിയെ ആരാധിക്കരുത്. അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. നമ്മൾ അങ്ങനെ ആകരുത്. സൃഷ്ടിയല്ല ഭജിക്കേണ്ടത്. നമ്മുടെ സൃഷ്ടാവായ ഏക ദൈവത്തെ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും യേശു ക്രിസ്തു എന്ന ഏക കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ആരാധിക്കണം. അതിനായി ദൈവം നമ്മൾ ഒരുക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ വിശുദ്ധവൽക്കാല ദൈവം ഞങ്ങളോട് സംസാരിച്ചു. സ്തോത്രപ്പ, നിന്റെ വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവം ഞങ്ങൾ വാഹലിൽ പ്രസംഗിച്ചിട്ട് കൊള്ളാത്തവരായി പോകാതെ വേണം കർത്താവിന്റെ നാമത്തിനും വചനത്തിനും കീഴ്പ്പെട്ട് ജീവിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപതരണേ. കർത്താവേ, ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവിനെയും ദൈവത്തെ അറിയുന്ന അറിവ് ദൈവർക്ക് കൊടുക്കണമെന്നാണ്. ഏകസത്യ ദൈവമായി നിന്നെയും നീ അറിയിച്ച ദൈവത്തനായി ക്രിസ്തുവിനെ അറിയുന്ന അറിവ് കർത്താവ് അവർക്ക് കൊടുത്ത് നിശ്ചയവിനായി ഓടിക്കണം. ഹാലയിലെ ഓടി കർത്താവെ നല്ല ഓർവരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കാൻ കർത്താവെ ഹാലയ നാശ നരകത്തിൽ നിന്ന് കർത്താവെ ഹാലയ നിത്യതയിലേക്ക് എത്തുവാൻ കർത്താവെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ചിലരെ കറ പിടിച്ച് അങ്കി പോലും വെറുത്തുകൊണ്ട്
അല്ലെങ്കിൽ കരുണയോടെ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നേടുവാൻ ഞങ്ങൾ ബലപ്പെടുത്തണമേ, ശക്തിയിരിക്കണ കർത്താവെ. അപ്പാ പിതാവേ, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും കർത്താവെ നിത്യജീവന അവകാശികളാകണം, വിടുതൽ പ്രാപിക്കണം, സൗഖ്യം പ്രാപിക്കണം. കർത്താവിൻ്റെ മേശയും ഭൂതങ്ങളുടെ മേശയും തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ സ്തോത്രം, തങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിയുവാൻ, മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കുന്ന ദുരുപദേശം കൊണ്ടുവരുന്നവരെ തിരിച്ചറിയുവാൻ, ഏകദൈവത്തെയും പുത്രനെയും കറുത്തുള്ള പരിജ്ഞാനം അവർക്ക് ഉണ്ടാകുവാൻ ദൈവമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കള്ളപ്പോസ്തലന്മാരെ കപടവേലക്കാരെയൊക്കെ തിരിച്ചറിയുന്ന കൃപ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ശൂന്യക്കാരത്തി ഇടയനെ തിരിച്ചറിഞ്ഞതുപോലെ, ഹല്ലേലൂയ സ്തോത്രം, ഗേഹസ്ഥ ദ്രവ്യത്തിൽ വീണപ്പോൾ ഏലിശയെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം, ഏലിശയെ കൊണ്ട് തന്നെ ഹല്ലേലൂയ പോയ ശൂന്യക്കാരത്തിയെ പോലെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ, ഇടയനെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണേ കർത്താവെ. എൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രവും നന്മകളാൽ നിറയ്ക്കണമേ, കൃപ കൂടിയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ.